നമ്മുടെ ഈ ഒരു പാറ്റ വിപ്ലവം ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും. ആ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ ശരിക്കും മാറി. ഒരു സെറ്ററായിട്ട് ഒരു മീം ട്രെൻഡായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഒരു രീതിയൊക്കെ മാറി ഭയങ്കരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ BJP പ്രവർത്തകർ, BJP നേതാക്കളൊക്കെ പാറ്റയൊക്കെ തല്ലിക്കൊന്ന് അത്രയും അതിനെതിരെ പ്രതിഷേധം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു CJP, കോക്രോച്ച് ജനതാ പാർട്ടി, അത് എന്താണ് ശരിക്കും ഒരു CJP? അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ ഞങ്ങളാരും പാറ്റകളായി മാറിയതല്ല, ഞങ്ങളെ പാറ്റകളാക്കിയതാണ്. ഇവിടെ ആരും പാറ്റകളായിട്ട് ജനിച്ചവരല്ല, ഈ സമൂഹം ഞങ്ങളെ പാറ്റകളാക്കിയതാണ്. അപ്പോൾ ഇവിടുത്തെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്ത്യൻ യൂത്തിനെ വളരെ പരിഹാസ്യമായിട്ടുള്ള രീതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് കളിയാക്കുകയുണ്ടായി. അതേ തുടർന്ന് ഈ പറഞ്ഞതുപോലെ സർക്കാസ്റ്റിക്കലി തുടങ്ങിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണെങ്കിലും ഇന്നത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് ഇന്ത്യയിലെ ഒരു വലിയ സമൂഹം യുവാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, പലരും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്കൊരു വേദി കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇന്ന് വളരെ സന്തുഷ്ടരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുമെന്നത് ശരിക്കും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതിലാണ് യുവാക്കളെ കൂടുതലും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിനെതിരെയാണ്, അത് ട്രിഗർ ചെയ്തിട്ടാണ് ആക്ച്വലി ഒരു യുവാക്കളുടെ ഒരു വിപ്ലവം വന്നതെന്ന് പറയാം. പക്ഷേ ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്യണത്, ആ ഒരു ട്രിഗർ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും ആ ഒരു പരാമർശത്തിൽ കൂടി മാത്രമാണോ? ആക്ച്വലി ഈ നമ്മുടെ രാജ്യത്തെ യുവാക്കൾ അനുഭവിക്കുന്ന ഈ തൊഴിലില്ലായ്മയും അവർക്ക് നേരെയുള്ള അവഗണന, അസഹിഷ്ണുത, അവർ കുറേ വർഷങ്ങളായിട്ട് എന്താ പറയുക കൊണ്ട് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾക്ക് നേരിട്ട് അതിലൂടെയൊക്കെ ആ ഒരു സംഭവം തന്നെ ഇതിനെ ട്രിഗർ ചെയ്തതായിട്ട് തോന്നണല്ലേ? തീർച്ചയായിട്ടും ഇത് പെട്ടെന്നുണ്ടായി വന്ന ഒരു വിപ്ലവമൊന്നുമല്ല. ഇത് ഒരുപാട് കാലമായിട്ട് പലരും ഉള്ളിലടക്കിയിരുന്ന ഒരു കാര്യം അവർക്ക് പ്രകടിപ്പിക്കാൻ പെട്ടെന്നൊരു വേദി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്ന ഒരു 20 മില്യണിലേറെയുള്ള ഫോളോവേഴ്സിൻ്റെ ഒരു വളർച്ചയും. ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ഒരു എന്താ പറയുക രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ, ഈ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവർക്കൊക്കെ അവരെക്കാളും വ്യൂസും ഫോളോവേഴ്സും ഒക്കെയാണ് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് നേടിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മറ്റു പലരും ചോദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലാണ്. ഇന്ന് ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങൾ പലതും, ഞാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ മീഡിയ ലെവലിലുള്ള പലരും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് അനുഭാവം പകരുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ അവരിൽ നിന്നും അതല്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യയിലെ യുവത ഞങ്ങൾ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും അവർ ചോദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതായപ്പോൾ ഞങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അത് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ടികളായി ഞങ്ങൾ മാറിയതിന് ശേഷമല്ല, ഞങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാരണം ആ ചോദ്യങ്ങൾക്കൊരു കോർഡിനേഷൻ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് സംഭവിച്ചു. അപ്പോൾ ഓൾറെഡി അതിൽ ഒരുപാട് പരാമർശങ്ങൾ അതിൽ വരുന്നുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം VD സതീശൻ പ്രധാനമന്ത്രിയെ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ED റെയ്ഡ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക വ്യാഖ്യാനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കലഹവും മാത്രമാണ് കൂടുതലും സംഭവിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു യഥാർത്ഥ പ്രശ്നം, യുവാക്കളുടെ ഒരു യഥാർത്ഥ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ആരും പറ്റുന്നില്ല, സംഭവിക്കുന്നില്ല എന്നുള്ള തോന്നലിലാണ് ഒരു പുതിയ മൂവ്മെന്റ്. ഇപ്പോൾ വിജയുടെ TVK വന്നു, അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര്, കൂടുതലും ജെൻസി കിഡ്സ് ആണ് അതിൽ അട്രാക്റ്റ് ആയത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവം കൂടിയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടാണോ പുതിയ മൂവ്മെന്റിലേക്ക് പെട്ടെന്നും ഇത്രയും ഒരു ആകർഷണം ഉണ്ടാവുന്നത്? ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് നിങ്ങൾ ഏത് പാർട്ടി അനുഭാവിയാണെന്ന്. ഞങ്ങൾ ഒരു പാർട്ടിയിലും അനുഭാവികളാണെന്ന് മാത്രമല്ല ഞങ്ങൾ ഈ പലരും ചെയ്യുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ടാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധം ഉയർത്തുന്നത് ഒരു പാർട്ടിക്കെതിരെയല്ല, അത് ഏത് പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് ആയാലും അവർക്കെതിരെ ഉയർത്താനായിട്ടുള്ള ശബ്ദമായിട്ട് ഞങ്ങൾ മാറാനാണ് തയ്യാറെടുക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്കൊരു ഹോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യുവാക്കൾക്ക് അങ്ങനത്തെ ഒരു ഹോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അതിലേക്ക് ചേരുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് TVK ആയിക്കോട്ടെ, CJP ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് തന്നെ ആയാലും. അത്
ഞങ്ങളെ അവർ കളിയാക്കാനായിട്ട് പല രീതിയിൽ പല പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെയെങ്കിലും ശബ്ദം ഉയർത്താൻ ഇവർക്ക് ധൈര്യം ഉണ്ടായല്ലോ ഇന്ത്യയിലെ യുവാക്കൾക്ക്. അവർ മിണ്ടാതിരുന്നതാണ് ഇത്രയും കാലം, അവർ ഇനി എന്നും മിണ്ടാതിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അവർക്ക് ശബ്ദമുണ്ടെന്നും ആ ശബ്ദം ഉയർത്തേണ്ടുന്ന സമയത്ത് അവർ ഉയർത്തുമെന്നും ഈ ഒരു പ്രതിഷേധത്തിലൂടെ, ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ശരി, അപ്പോൾ ഈ മൂവ്മെൻറ്റും കാര്യങ്ങളും പ്രതിഷേധവും എല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും? അത് ഈ ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമോ, അതോ ജനാധിപത്യത്തിന് അനുകൂലമായിട്ട് അതിനെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാറാൻ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസാനം? ഒന്നാമത്തെ കാര്യം ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഭാരതത്തിൽ മാത്രമല്ല ആദ്യമായിട്ടൊരു സറ്റേറിക്കലായിട്ടുണ്ടായ മൂവ്മെൻറ്റ് പിന്നീട് ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. കാനഡയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, റൈനോസറസ് പാർട്ടി എന്നാണ് അവർ പറയുന്നത്. ഐസ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട് ബെസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംരംഭമൊന്നുമല്ല. പക്ഷെ പലയിടത്തും ഇത് പരാജയപ്പെട്ടു പോയത് ഈ പറഞ്ഞതുപോലെ അതിന് മുമ്പോട്ടുള്ള ഭാവി എന്താകും എന്നുള്ളത് അറിയാതെ പോകുമ്പോഴാണ്. ഞങ്ങൾ ഒരിക്കലും ഇത് അങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും CJP എന്ന പാർട്ടി സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തിറങ്ങി പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു പെട്ടെന്ന് എടുത്തു ചാടാൻ പറ്റുന്ന ഒരു കടമ്പയല്ല. അതിന് വ്യക്തമായിട്ടുള്ളൊരു നേതൃത്വം ഉണ്ടാവണം. അത് കൃത്യമായിട്ടൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ തന്നെ പോകണമെന്ന് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഭാരതത്തിലെ എല്ലാ പാർട്ടികളും ഒരുപാട് ആളുകൾ ചേർന്നതിന് ശേഷമാണ് അത് സെൻട്രലൈസ്ഡ് ആയി മാറിയത്. അതുപോലെ ഞങ്ങളും ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ഹരിയാന ഒരു അഭിഭാഷകൻ പറഞ്ഞിരുന്നു ഒരു പാർട്ടിയായിട്ട് മാറണം എന്നുള്ളത്, CJP. പക്ഷെ അതിന് ഇതിന്റെ ഒരു ഫൗണ്ടർ ടെക്നിക്കാലിറ്റീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞ ആരോപണങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫൗണ്ടർ അഭിജിത്ത് ദീപ്ക അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഒരു പാർട്ടിയിൽ മാറുമ്പോൾ അതിനൊരു തിരിച്ചടി ആർക്കായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭരണപക്ഷത്തിനോടും പ്രതിപക്ഷത്തിനോടും ഒരു ആഭിമുഖ്യം കാണിക്കുന്നില്ല. പൊതുവേ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു നിരാശയുടെ പുറത്തുണ്ടായതാണ് യുവാക്കളുടെ ഒരു പ്രക്ഷോഭം, ഒരു ഡിജിറ്റൽ വിപ്ലവം. അപ്പോൾ അത് ആർക്കായിരിക്കും ശരിക്കും തിരിച്ചടി ഉണ്ടാവുക ഒരു പാർട്ടിയായി മാറുകയാണ്? നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, TVK ആർക്കെതിരെയാണ് മത്സരിച്ചത്? അത് ഒരു പാർട്ടിക്കെതിരെ അല്ല അവർ മത്സരിച്ചത്, അവർ ഒരു ആശയത്തിനെതിരെയാണ്. ആ ആശയത്തിനകത്ത് അവിടെ ഭരണ പാർട്ടിയായിരുന്ന DMKയും ഉൾപ്പെടും, ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പാർട്ടിയായ BJPയും ഉൾപ്പെടും. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ആശയമാണ്. ഈ ആശയം പ്രതിഷേധിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ ആശയത്തിനെതിരെയാണ് പ്രധാനമായും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയും അവർ പുറത്തേക്ക് വിടുന്ന ആശയങ്ങൾക്കെതിരെയുമാണ് ഞങ്ങളുടെ സമരം. അത് ഇന്ന പാർട്ടി എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരു കാലത്ത് ഞങ്ങൾ പറയുന്നില്ല. ആ ആശയങ്ങൾക്കെതിരെയാണ്, ഞങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്.